ഹലോ, അപ്പം ഇന്ന് നമ്മൾ അഞ്ചാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സഞ്ചാരികളുടെ കണ്ണുകളിലൂടെ സമൂഹത്തെക്കുറിച്ചുള്ള വീക്ഷണങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററാണ് എടുക്കാൻ പോകുന്നത്. ഈ ഒരു പാഠഭാഗത്തിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് 3 വിദേശ സഞ്ചാരികളെ കുറിച്ചിട്ടും അവരുടെ വിവരണങ്ങളെ കുറിച്ചുമാണ്. മധ്യകാലഘട്ടത്തിൽ ഒരുപാട് ആളുകൾ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. അവരെല്ലാം എത്തിയിട്ടുള്ളത് പല ലക്ഷ്യത്തോടു കൂടിയിട്ടാണ്. അതായത് ചില ആളുകൾ ജോലി അന്വേഷിച്ചുകൊണ്ട്, കച്ചവടക്കാരായിട്ട്, വ്യാപാരികളായിട്ട്, സാഹസിക മനോഭാവത്തോടു കൂടിയിട്ട്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിട്ട്, ഇത്തരത്തിൽ പല ലക്ഷ്യത്തോടു കൂടിയിട്ട് ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് 3 വിദേശ സഞ്ചാരികളെ കുറിച്ചിട്ടും അവരുടെ വിവരണങ്ങളെ കുറിച്ചാണ്. അപ്പൊ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് അൽബിറൂണിയെ കുറിച്ചിട്ടാണ്. അൽബിറൂണി, ഇബ്നു ബത്തൂത്ത, ഫ്രാങ്കോയിസ് ബെർണിയർ എന്ന് പറയുന്ന 3 ആളുകളെ കുറിച്ചാണ് ഈ പാഠത്തിൽ പഠിക്കാനുള്ളത്. ഇന്ന് പറയാൻ പോകുന്നത് അൽബിറൂണിയെ കുറിച്ചിട്ടാണ്. അപ്പൊ ആരെങ്കിലും ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. അൽബിറൂണി ഉസ്ബെക്കിസ്ഥാനിലെ കോരിസം എന്ന് പറയുന്ന പ്രദേശത്താണ് ജനിച്ചിട്ടുള്ളത്. കോരിസം എന്ന് പറയുന്നത് ഒരു വിജ്ഞാന കേന്ദ്രം കൂടിയായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നല്ല രീതിയിലുള്ള വിദ്യാഭ്യാസം ലഭിച്ചിരുന്നു. അദ്ദേഹം ഒരു ബഹുഭാഷാ പണ്ഡിതനായിരുന്നു. 1-ൽ കൂടുതൽ ഭാഷകൾ അദ്ദേഹത്തിന് അറിയാമായിരുന്നു എന്നാണ് പറയുന്നത്. 1017 മഹ്മൂദ് ഗസ്നി കോരിസം എന്ന് പറയുന്ന പ്രദേശം ആക്രമിക്കുകയും ഈ അൽബിറൂണി അടക്കമുള്ള ഒരുപാട് പണ്ഡിതന്മാരെ ഗസ്നിയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. അവിടെ എത്തിയ അൽബിറൂണിക്ക് ഇന്ത്യയോട് ഒരു താല്പര്യം, ഒരു ഇഷ്ടം തോന്നി എന്നാണ് പറയുന്നത്. ഇനി ഈ അൽബിറൂണിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഒരു കൃതിയാണ് കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്നത്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു കൃതി കൂടിയാണ് കേട്ടത്. അപ്പൊ കിതാബുൽ ഹിന്ദ് എന്ന് പറയുന്നത് അൽബിറൂണിയുടെ കൃതിയാണ്. അറബി ഭാഷയിലാണ് അദ്ദേഹം ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. ഇന്ത്യയെ കുറിച്ചുള്ള ധാരാളം വിവരങ്ങൾ ഈ ഒരു കൃതിയിലൂടെ അദ്ദേഹം പറയുന്നുണ്ട്. അനേകം വാല്യങ്ങളും 80 അധ്യായങ്ങളും ഈ ഒരു കൃതിയിൽ ഉണ്ട്. വളരെ ലളിതമായിട്ടുള്ള രീതിയിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിലാണ് അദ്ദേഹം ഈ ഒരു കൃതി എഴുതിയിട്ടുള്ളത്. മതം, തത്വചിന്ത, ആചാരങ്ങള്, ശീലങ്ങള്, നിയമം, വിഗ്രഹ പഠനം തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ അല്ലെങ്കിൽ നിരവധി വിഷയങ്ങൾ അദ്ദേഹം ഇതിലൂടെ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കൃതിക്കെല്ലാം തന്നെ ഒരു ജ്യാമിതീയ ഘടന ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയിലെ ഒരു അധ്യായം തുടങ്ങുന്നത് ഒരു ചോദ്യത്തിലൂടെയും തുടർന്ന് അതിന് പാരമ്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഒരു വിവരണം നൽകുകയും ആ ഒരു അധ്യായം അവസാനിപ്പിക്കുന്നത് മറ്റു സംസ്കാരങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കൃതികൾക്കെല്ലാം തന്നെ ഒരു ജ്യാമിതീയ ഘടന കൊണ്ടുവന്നിരുന്നു എന്നാണ് പറയുന്നത്. ഇനി അദ്ദേഹം പറയുന്നത് അന്യലോകത്തെ മനസ്സിലാകുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങളെ, അതായത് അപരിചിതമായിട്ടുള്ള ഒരു നാടിനെ പഠിക്കുമ്പോൾ, അതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. പ്രധാനമായിട്ട് 3 പ്രശ്നങ്ങളെ കുറിച്ചാണ് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തേതാണ് ഭാഷ, അതായത് ഭാഷ ഒരു പ്രശ്നമായിരുന്നു എന്ന് പറയുന്നുണ്ട്. രണ്ടാമത്തത് മതവിശ്വാസങ്ങളിലും ആചാരങ്ങളിലുമുള്ള വ്യത്യാസം. മൂന്നാമതായിട്ട് അദ്ദേഹം പറയുന്നത് സ്വന്തം കാര്യങ്ങളിൽ മാത്രം മുഴുകി മറ്റുള്ളവരിൽ നിന്ന് ഒറ്റപ്പെട്ട് ജീവിക്കുന്ന പ്രാദേശിക ജനത. അവരെങ്ങനെയാന്ന് വെച്ചാൽ ഇത്തരത്തിൽ സഞ്ചാരികളൊക്കെ വരുന്ന സമയത്ത് അവരെ മറ്റൊരു കണ്ണോട് കൂടിയിട്ട് കാണും. അവരുമായിട്ട് അടുത്ത് ഇടപഴകാനൊന്നും അവർ സമ്മതിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ 3 പ്രശ്നങ്ങളാണ് അദ്ദേഹം പറയുന്നത്. ഇനി അൽബിറൂണി ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് ഒരു വിവരണം നൽകുന്നുണ്ട്. ജാതി വ്യവസ്ഥയെ കുറിച്ച് അദ്ദേഹം പറയുന്നത് മറ്റ് സമൂഹങ്ങളിലെ ജാതി വ്യവസ്ഥയുമായി താരതമ്യം ചെയ്തുകൊണ്ടാണ് അദ്ദേഹം ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ കുറിച്ചിട്ട് വിശദീകരിച്ചിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് സാമൂഹിക വിഭജനം എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാത്രം സവിശേഷതയല്ല, മറിച്ച് മറ്റു രാജ്യങ്ങളിലും ഇത്തരത്തിൽ സാമൂഹിക വിഭജനം നിലനിൽക്കുന്നുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉദാഹരണമായിട്ട് അദ്ദേഹം പറയുന്നത് പുരാതന പേർഷ്യയിലും സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. അവിടെ ഒന്നാമത്തെ വിഭാഗം അല്ലെങ്കിൽ സാമൂഹിക വിഭാഗമായിട്ട് ഒന്നാമത്തത് നൈറ്റുകൾ, രാജകുമാരന്മാര്, രണ്ടാമത്തത് സന്യാസിമാര്, അഗ്നിപുരോഹിതന്മാര് തുടങ്ങിയവര്, മൂന്നാമത്തത് വൈദ്യശാസ്ത്രജ്ഞന്മാര്, ജ്യോതിശാസ്ത്രജ്ഞന്മാര് തുടങ്ങിയിട്ടുള്ള വിഭാഗം, നാലാമത്തത് കർഷകര്, കരകൗശല വിദഗ്ധര്. ഇത്തരത്തിലുള്ള വിഭജനം പുരാതന പേർഷ്യയിലും നിലനിന്നിരുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പൊ അദ്ദേഹം പറയുന്നത് ഈ ഒരു സാമൂഹിക വിഭജനം എന്ന് പറയുന്നത് ഇന്ത്യയുടെ മാത്രം സവിശേഷതയല്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം നമ്മുടെ ബ്രാഹ്മണരുടെ ജാതി വ്യവസ്ഥയുമായി ബന്ധപ്പെട്ടുള്ള വർണ്ണനയെ അംഗീകരിച്ചു. പക്ഷേ അശുദ്ധി എന്ന് പറയുന്ന ബ്രാഹ്മണരുടെ സങ്കല്പത്തെ അദ്ദേഹം എതിർത്തിരുന്നു എന്നാണ് പറയുന്നത്.
അപ്പൊ ഇത്രയാണ് അൽബിറൂണിയും അദ്ദേഹത്തിന്റെ വിവരണം എന്ന് പറയുന്നത്. എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കുക കേട്ടോ. അപ്പൊ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ.